എല്ലാം ചോദിക്കുക. അപ്പോൾ വനിതാ കോൺസ്റ്റബിൾ സിഐനോട് പറയുന്നുണ്ടായിരുന്നു, ഇവൾ കുറച്ച് മുറ്റാണ് സാറേ, അവൾ ഇങ്ങോട്ട് ഭീഷണിയാണ്, നാളെ മീഡിയക്കാരോട് പറയും എന്നൊക്കെ പറഞ്ഞു എന്ന് അറിയേ. അപ്പോൾ സിഐ ആണെങ്കിലും എണീറ്റ് ചെന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ നിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കൂ കേട്ടോ. നിന്നോട് ഒരു പരാതി എഴുതി ഒപ്പിട്ട് തരാമെന്നല്ലേ പറഞ്ഞുള്ളൂ, അതുകൊണ്ട് നിനക്കൊരു ദോഷം വരാൻ പോകുന്നില്ല എന്ന് പറയേ. നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവർക്കെതിരെയല്ലേ പരാതി എഴുതി തരാൻ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിൻ്റെ പേരോ അതുപോലെ തന്നെ നിൻ്റെ വിവരങ്ങളോ ഒന്നും പുറത്തു പോവില്ല, പിന്നെ നിനക്ക് സ്റ്റേഷനിലേക്കും കോടതിയിലേക്കും ഒന്നും വരേണ്ട കാര്യം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്താ പരാതിയിൽ ഒപ്പിട്ട് തരില്ല എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, ഞാൻ എന്തിനാ അങ്ങനെ പരാതിയിൽ ഒപ്പിട്ട് തരുന്നത്, എനിക്ക് പരാതിയില്ല, അതൊക്കെ കുറേ മാസങ്ങൾക്ക് മുൻപേ നടന്ന കാര്യമാണ് എന്ന് പറയേ. അപ്പോൾ സിഐ പറയുന്നുണ്ടായിരുന്നു, അലീനയോട് ഇപ്പോഴത്തെ കേസിനൊരു ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് നിന്നോട് പരാതി എഴുതി തരാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, ഇപ്പോഴത്തെ കേസ് സത്യസന്ധമാണെങ്കിൽ അതിന് ആരുടെ സപ്പോർട്ടും വേണ്ട, തെറ്റ് ചെയ്തവർക്ക് എന്തായാലും ശിക്ഷ ലഭിച്ചിരിക്കുന്നു പറയാണ് കേട്ടോ. അപ്പോൾ അതിനല്ലേടി നിന്നോട് ഞാൻ പരാതിയിൽ ഒപ്പിട്ട് തരാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ ആ സിഐ ആണെങ്കിലും. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, പോലീസിൻ്റെ ചോദ്യം ചെയ്യുന്ന രീതിയൊക്കെ അങ്ങ് മാറിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഈ ജാടയൊക്കെ അതോടുകൂടി തീരും എന്ന് പറയുന്നുണ്ട്. നിനക്ക് മര്യാദയ്ക്ക് ഇവിടുന്ന് പോകണ്ടേ, ഇതുപോലെ അങ്ങ് തിരിച്ചു പോകണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അലീനേനെ കുറേ നിർബന്ധിക്കുന്നുണ്ട് പരാതിയിൽ ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അലീന പക്ഷേ ഒപ്പിട്ട് കൊടുക്കില്ല എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ആ സി ആണെങ്കിലും അലീനയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നീയും കൂടെ അറിഞ്ഞുകൊണ്ടല്ലേ ആ പാവം പെൺകുട്ടീനെ അവരിങ്ങനെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചത്, നീയും കൂടെ അതിനിങ്ങനെ ഒത്താശ ചെയ്ത് കൊടുത്തിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് അലീന പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ ഇങ്ങനെ രോഹിത്തിനെതിരെ പരാതി തരാത്തത് നീ അവനും തമ്മിൽ രഹസ്യബന്ധമില്ല എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, എനിക്ക് അവൻ എൻ്റെ അനിയനെ പോലെയാണെന്ന് പറയട്ടോ. അതൊക്കെ അങ്ങ് പോലീസ് മാറ്റി എഴുതിക്കോളും എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, പോലീസിന് ഇനിയിപ്പോൾ എത്ര കള്ളസാക്ഷികളെ വേണമെങ്കിലും പോലീസിന് കേസ് എങ്ങനെ വേണമെങ്കിലും ഒക്കെ മാറ്റി എഴുതാം, പക്ഷേ അതല്ല സത്യം എന്ന് എനിക്കും സാറിന് നന്നായിട്ട് അറിയാമെന്ന് പറയേ. അപ്പം നീ പരാതിയിൽ ഒപ്പിട്ട് തരില്ലേ എന്ന് ചോദിക്കൂട്ടോ സി ഐ. അപ്പം ഇല്ല എന്ന് തന്നെ അലീന പറയും. അപ്പോൾ സ്നേഹനോട് നീ നിന്റെ പണി തുടങ്ങിക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും DYSP അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സി ഐ ആണെങ്കിലും ഇങ്ങനെ അലീനയോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ആ ലാത്തി ആണെങ്കിലും അലീനയുടെ ദേഹത്തൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അയാളുടെ നോട്ടും ഇതൊന്നും അത്ര ശരിയല്ല. പിന്നീട് DYSP വന്നിട്ട് രമേശ് നമ്പ്യാരെ എന്നിട്ട് ചോദിക്കുന്നത്. അപ്പോൾ കോൺസ്റ്റബിൾ പോയിട്ട് അദ്ദേഹത്തിനെ വിളിച്ചിട്ട് വരും. അപ്പോൾ രമേശ് നമ്പ്യാർ വരുന്ന സമയത്ത് DYSP ചോദിക്കുന്നുണ്ടായിരുന്നു, പീഡന കേസിലെ പ്രതികളെ കിട്ടിയോന്ന് ചോദിക്കും. എല്ലാവരും കിട്ടിയെന്ന് ചോദിക്കും കേട്ടോ. 4 പേരുണ്ടെന്ന് പറയും. ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഇനി ആരും ഉള്ളതായിട്ട് അറിവ് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ DYSP ചോദിക്കുന്നുണ്ടായിരുന്നു, പ്രതികളുടെ വീട്ടിൽ നിന്ന് ഒരാളുടെ വീട്ടിൽ നിന്ന് ഹൗസ് മെയ്ഡിനെ നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. അറസ്റ്റ് ചെയ്തിട്ടില്ല, കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്ന് പറയട്ടോ. എപ്പോഴാണ് കസ്റ്റഡിയിൽ എടുത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു ഉച്ച കഴിഞ്ഞ് കാണുമെന്ന് പറയേ. എന്തിനാ കസ്റ്റഡിയിൽ എടുത്തതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ എന്നിട്ട് ചോദ്യം ചെയ്തോന്ന് ചോദിക്കും. അപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ എവിടെയാണ് നോക്കുന്നുണ്ട്, മുകളിലാണെന്ന് പറയും കേട്ടോ. അപ്പോൾ CI സാർ പറഞ്ഞിട്ടാണ് കസ്റ്റഡിയിൽ എടുത്തതെന്ന് പറയും. അപ്പോൾ അദ്ദേഹമാണ് ചോദ്യം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ വിളിക്കാൻ പറയും കേട്ടോ. പിന്നീട് ഇങ്ങനെ പീഡിപ്പിച്ച പെൺകുട്ടിയുടെ മൊഴി എടുത്തിട്ടുണ്ടോ, ഹോസ്പിറ്റലിൽ പോയി എന്ന് ചോദിക്കും. അപ്പോൾ ഇല്ല, കുറച്ച് കഴിയുമ്പോൾ പോകുന്നു പറയും കേട്ടോ. അപ്പോൾ ആ കുട്ടിയുടെ ഇതിപ്പോൾ എങ്ങനെയുണ്ട് ചോദിക്കുമ്പോൾ കുറച്ച് മെച്ചപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയും കേട്ടോ. അപ്പോൾ ആരെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് DYSP. അപ്പോൾ പറയും, പ്രതികളുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ഹൗസ് മെയ്ഡിനെ ഇങ്ങനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു, അവളും ഇങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ച് വെക്കുന്ന പോലെ തോന്നി എന്ന് പറയും കേട്ടോ. അപ്പോൾ ഈ പ്രതികളാണെങ്കിൽ ഇവളുടെ നേരെ ഇങ്ങനെ റേപ്പ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ പേരിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചതാണെന്ന് പറയും കേട്ടോ. അപ്പോൾ എന്നിട്ട് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്, മുകളിലാണെന്ന് പറയും കേട്ടോ. എന്നിട്ട് ഞാനൊന്ന് അവളെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് DYSP അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുമ്പോൾ CI ആണെങ്കിലും പോകാൻ നിൽക്കുമ്പോൾ താൻ വരണ്ടെന്ന് പറയും കേട്ടോ, ഞാൻ പോയിക്കോളാമെന്ന് പറയും. പിന്നീട് CI ഇങ്ങനെ രമേശ് നമ്പ്യാരോട് പറയുന്നുണ്ടായിരുന്നു, DYSP ഇങ്ങനെ നേരിട്ട് വരണമെങ്കിൽ എവിടുന്നോ മുകളിൽ നിന്ന് നല്ലൊരു പ്രഷർ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും ആരാ അങ്ങനെ വിളിച്ച് പറഞ്ഞതെന്ന് അറിയുമെന്ന് നോക്കിയിട്ട്. അപ്പോൾ ഇല്ല എന്ന് പറയും. പിന്നീട് അലീനയുടെ അടുത്തേക്കായിട്ട് ചെല്ലുന്നത് DYSP. അപ്പോൾ അവിടെ സ്നേഹ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. DYSP ചെന്നിട്ട് ചോദ്യം ചെയ്ത് കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ എത്ര മണിക്കാണ് ഇങ്ങോട്ട് ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നെന്നുള്ള കാര്യങ്ങളൊക്കെ സ്നേഹനോടും ചോദിക്കുന്നുണ്ട്. പിന്നീട് അലീനയെ താഴേക്ക് കൊണ്ടുവരാൻ പറയും കേട്ടോ. അലീനയോട് DYSP താഴേക്ക് വരാൻ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഫോൺ വിളിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, 2 മിനിറ്റ് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് DYSP അലീനയെ കസ്റ്റഡിയിലെടുത്ത കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് അന്വേഷിക്കുന്നത്. എപ്പോഴാണ് കസ്റ്റഡിയിലെടുത്തത്, എത്ര മണിക്കൂറായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതുവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞില്ലേ, എന്തിനാണ് കസ്റ്റഡിയിലെടുത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ CI പറയുന്നുണ്ടായിരുന്നു, ഇവളിങ്ങനെ പ്രതികളുടെ കാര്യങ്ങൾ മറച്ചു വെക്കുന്ന പോലെ തോന്നി, പിന്നെ അത് മാത്രമല്ല ഇവൾക്കെതിരെ ഇങ്ങനെ റേപ്പ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ഈ പ്രതികൾ, അപ്പോൾ അത് ഇങ്ങനെ പരാതി എഴുതി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്, അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ അവരെങ്ങനെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന പോലെ ഇങ്ങനെ സംശയം തോന്നിയോണ്ടാണ് കസ്റ്റഡിയിലെടുത്തതെന്ന് പറയും. പിന്നീട് അലീന
ഇങ്ങനെ ഇവർ റേപ്പ് അറ്റംപ്റ്റ് നടത്തിയ സമയത്ത് ഇങ്ങനെ വയറ്റിൽ കത്രിക കുത്തി കയറ്റി ആത്മഹത്യാശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു പരാതി എഴുതി തരാനാണ് വിളിപ്പിച്ചത്, അല്ലാതെ ഒന്നും കൂടുതലൊന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല എന്ന് പറയും. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, അങ്ങനെയല്ല, ഇദ്ദേഹത്തിൻ്റെ നോട്ടം കൊണ്ടും ഭാവം കൊണ്ടും എൻ്റെ ശരീരത്തിലേക്കുള്ള ആ നോട്ടം കൊണ്ടും ഭാവം കൊണ്ടും എല്ലാം എന്നെ പീഡിപ്പിക്കുകയായിരുന്നു. ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇത്രയും സമയമായി എന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ട് ഇതുവരെ എനിക്കൊരു തുള്ളി വെള്ളം പോലും കിട്ടിയിട്ടില്ല, ആഹാരം കിട്ടിയിട്ടില്ല എന്ന് പറയട്ടോ. 9 മണിക്കൂർ എങ്ങാണ്ട് ആയിട്ടുണ്ട് കേട്ടോ അലീനേനെ കസ്റ്റഡിയിൽ എടുത്തിട്ട്. അപ്പോൾ ഡിവൈഎസ്പിക്ക് ആണെങ്കിലും ആകെ ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരാളെ കൊണ്ട് നിർബന്ധിച്ച് പരാതി എഴുതിപ്പിച്ച് വാങ്ങാൻ വല്ല നിയമം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ദേഷ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎസ്പിനോട്. അപ്പോൾ ഇല്ല എന്ന് പറയേ, തനിക്ക് എന്ത് റൈറ്റ് ഉണ്ട് അവളെ ഇങ്ങനെ കസ്റ്റഡിയിൽ വെക്കാൻ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അവളിങ്ങനെ തനിക്കെതിരെ സ്റ്റേഷനിൽ വെച്ച് ഇങ്ങനെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ താൻ കുടുങ്ങും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. അലീനയാണെങ്കിലും ഒരു ഇതും ഇല്ലാതെയാണ് കേട്ടോ ഡിവൈഎസ്പിനോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. ശരിക്കും ആദ്യം നടന്നത് റേപ്പ് അറ്റംപ്റ്റ് മാത്രമായിരുന്നു, ഇപ്പോഴാണ് ശരിക്കുള്ള പീഡനം നടന്നത് ഇവിടെ വെച്ചാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ ഡിവൈഎസ്പിക്ക് ആണെങ്കിലും അങ്ങ് ആകെ ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നീട് അവൾക്ക് അലീനേനെ വീട്ടിലേക്ക് കൊണ്ടുവിടാൻ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കൊണ്ടുപോകുന്ന സമയത്ത് ഭക്ഷണം വെള്ളം എല്ലാം വാങ്ങിച്ചു കൊടുത്തേക്കണം എന്നും കൂടെ പറയുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നീട് ഡിവൈഎസ്പി ആണെങ്കിലും CIനെ മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ട് കേട്ടോ. താൻ എന്തൊക്കെയാണ് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ കുട്ടി നാളെ ഇങ്ങനെ മീഡിയക്കാരോട് ഇങ്ങനെ പ്രസ് മീറ്റ് വിളിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ കുടുങ്ങും കേട്ടോ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ തൻ്റെ തൊപ്പി ഇങ്ങനെ തെറിക്കാതെ നോക്കിക്കോ എന്ന് പറയുന്നുണ്ട്. താൻ വിചാരിക്കുന്ന പോലെ അവളൊരു സെർവൻറ്റ് മാത്രമല്ല, അവൾക്ക് നല്ല ബാക്ക് സപ്പോർട്ട് ഉണ്ട് എന്ന് പറയൂ കേട്ടോ. അലീനയ്ക്കെതിരെ ഹരിശങ്കറും രോഹിതും കൂടെ ഇങ്ങനെ റേപ്പ് അറ്റംപ്റ്റ് നടത്തിയിരുന്ന സമയത്ത് ഇങ്ങനെ അലീന എന്തുകൊണ്ടാണ് പരാതി കൊടുക്കാതിരുന്നത്, ഇനി വേണമെങ്കിലും പരാതി കൊടുക്കാം എന്നൊക്കെ ഡിവൈഎസ്പി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തുകൊണ്ടാണ് പരാതി കൊടുക്കാതിരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഈ പരാതി കൊടുത്തിരുന്നെങ്കിൽ പോലീസ് അവരെ ഇങ്ങനെ ശിക്ഷിച്ചേനെ, എന്നാൽ പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ലായിരുന്നു, ഇങ്ങനൊരു കേസൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ സമ്മതിച്ചു, എനിക്കും ഇപ്പോൾ അത് തെറ്റായി പോയി എന്ന് തോന്നുന്നുണ്ട് എന്ന് പറയും കേട്ടോ. അന്ന് എന്തുകൊണ്ടാണ് പരാതി കൊടുക്കാതിരുന്നതെന്ന് ഡിവൈഎസ്പി ചോദിക്കുമ്പോൾ, ഇങ്ങനെ കോളേജിൽ പഠിക്കുന്ന 2 ചെറുപ്പക്കാരുടെ ഭാവി ഇങ്ങനെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവർക്ക് നന്നാവാൻ വേണ്ടിയിട്ട് ഒരു അവസരം കൊടുത്തതാണ് എന്ന് അലീന പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല 2 പേരുടെയും വീട്ടുകാർ 2 പേരെയും അന്ന് ഇങ്ങനെ ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയേ. പിന്നെ എനിക്ക് ഇപ്പോൾ ഇങ്ങനെ ആ പരാതി കൊടുക്കാനും വലിയ താല്പര്യമൊന്നുമില്ല, അതുകൊണ്ടൊക്കെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് അലീന ഇങ്ങനെ ആത്മഹത്യാശ്രമം നടത്തി ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് പോലീസ് ചെന്ന് മൊഴിയെടുക്കാൻ ചെന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പോലീസിനോട് കള്ളം പറഞ്ഞ കാര്യം CI പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും ഡിവൈഎസ്പി ചോദിക്കുന്നുണ്ട് കേട്ടോ. അതെന്തുകൊണ്ടാണ് അന്ന് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുക. അപ്പോൾ അതൊക്കെ സത്യമാണെന്ന് അലീന സമ്മതിക്കുന്നുണ്ട് കേട്ടോ. പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്നുള്ളത് അലീന സമ്മതിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ കത്രിക കുത്തി കയറിയതാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അന്ന് ഞാൻ അവരോട് ക്ഷമിച്ചു, ഇപ്പം അതെനിക്ക് തെറ്റായി പോയി എന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ അലീന തുറന്ന് സമ്മതിക്കുന്നുണ്ട്. എന്തായാലും പിന്നീട് അലീനയ്ക്കെതിരെ ഇനിയിപ്പോൾ കേസൊന്നുമില്ല, അതുപോലെ തന്നെ അലീനയ്ക്ക് ഇവിടുത്തെ നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അലീനേനെ വീട്ടിൽ കൊണ്ടാക്കാൻ പറയും. അങ്ങനെ പിന്നെ അവർ ഇങ്ങനെ കൊണ്ടാക്കാൻ ഇങ്ങനെ രമേശ് നമ്പ്യാരോടും കൂടെ പോകാൻ പറയുന്നുണ്ട്. പിന്നീട് CIനോടാണെങ്കിലും ഡിവൈഎസ്പി പറയുന്നുണ്ടായിരുന്നു, പോലീസിൻ്റെ പേര് നശിപ്പിക്കരുത് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അലീനയോട് ഡിവൈഎസ്പി കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ CI എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അലീന പറയും, പുറത്ത് പറയാം, ഇങ്ങനെ കൊള്ളില്ലാത്ത ചോദ്യങ്ങളാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത് എന്ന് പറയും കേട്ടോ. അപ്പോൾ അന്ന് ഇവർ നടത്തിയ റേപ്പ് അറ്റംപ്റ്റ് നടന്നിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന് കുറച്ചും കൂടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കാത്തതിലാണ് വിഷമം, അതിങ്ങനെ നടന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് ഇങ്ങനെ രസിക്കായിരുന്നു എന്ന് തോന്നിപ്പോയി എന്നൊക്കെ അലീന പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. പിന്നെ പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അലീനനെ കൊണ്ടുവിടാൻ ചെന്നതാണ് കേട്ടോ CIയും SIയും കൂടെ. അപ്പോൾ അവിടെ മുറ്റത്തൊക്കെ കുറേ എന്തൊക്കെയോ വടിയോ എന്തൊക്കെയോ കിടക്കുന്നുണ്ട് കേട്ടോ. ബലാത്സംഗൻ വീരൻ്റെ വീടല്ലേ, അപ്പോൾ ആൾക്കാർ ചെയ്തതായിരിക്കും എന്നൊക്കെയാണ് കേട്ടോ CI ഇങ്ങനെ പറയുന്നത്. പിന്നീട് കൃഷ്ണമോളോട് സ്റ്റേഷനിൽ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അവരിങ്ങനെ ചോദ്യം ചോദിച്ച കാര്യങ്ങളും ഒക്കെ തന്നെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കൃഷ്ണമോൾക്കും ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കേട്ടിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്.